ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ ഹരേ രാമ പദാന്തീസപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം താം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദ സഗണലളിത ശ്രീവിശാഖാനിതം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ നമാമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിൻ ഇതി നാമിനി നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണി നമാമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി ജയോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. ശ്രീ ശ്രീ രാധാകൃഷ്ണന്റെ കീഴിലുള്ള ഭഗവത്ഗീത പഠനത്തിക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 4ാമത്തെ അധ്യായത്തിലാണ് ഇരിക്കണേ അല്ലേ. 3ാമത്തെ അധ്യായത്തിൽ എന്താ നമ്മൾ പഠിച്ചത്? കർമ്മയോഗമാണ് പഠിച്ചത്. കർമ്മയോഗത്തിൽ എന്താ പറഞ്ഞത്? നമ്മള് എന്ത് ചെയ്യണം? ഇച്ഛകളില്ലാണ്ട്, നമ്മൾക്ക് ആഗ്രഹങ്ങളില്ലാണ്ട് കർമ്മം ചെയ്യാൻ പറഞ്ഞു അല്ലെ. അതിനുശേഷം എന്താ ഭഗവാൻ പറഞ്ഞത്? എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ച് ചെയ്യുക, അലസതയൊന്നും കൂടാണ്ട്. അതാണ് 30ാമത്തെ ശ്ലോകം നമ്മളോട് പറഞ്ഞത്. എന്താണ്? ഭഗവാനെ എല്ലാം സമർപ്പിച്ച് കർമ്മം ചെയ്യണം. കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ഒന്നും ചെയ്യാതിരിക്കരുത്. അതെന്ത് ചെയ്യണം? പക്ഷെ ആ കർമ്മങ്ങളെയെല്ലാം നമ്മൾക്ക് ഒരു റിസൾട്ട് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്നുള്ള ആഗ്രഹങ്ങളില്ലാണ്ട് ഭഗവാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. ഭഗവാൻ നമ്മൾക്ക് തന്നിട്ടുള്ള ഒരു കർമ്മമായിട്ട് വിചാരിച്ചുകൊണ്ട് അതിനെ റിസൾട്ട് പ്രതീക്ഷിക്കാണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്? ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കും, ഭഗവത് ധാമത്തിലേക്ക് പോകാനായിട്ട് നമ്മൾക്ക് സാധിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? നമ്മളുടെ കർമ്മങ്ങളൊക്കെ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മളുടെ കർമ്മങ്ങളെ എന്തിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മുടെ കർമ്മങ്ങൾ വരുന്നത്? 3 പ്രകൃതി ഗുണങ്ങള്. 3 പ്രകൃതി ഗുണങ്ങൾ ഏതൊക്കെയാന്നാ പറഞ്ഞത്? സാത്വികം, രാജസികം, അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ പ്രവൃത്തികൾ ഓരോന്നും വരുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ നിന്ന് മേലെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അപ്പൊ ഈ ഇഹലോകത്തിലെ ശത്രു എന്താന്നാ നമ്മളോട് പറഞ്ഞത്? കാമം അല്ലേ? നമ്മുടെ ഇഹലോകത്തിലെ ശത്രു, അതായത് നമ്മുടെ അടക്കാനാവാത്ത ആഗ്രഹങ്ങള്, എന്തായാലും സാധിക്കണം എന്നുള്ള ഒരു ആസക്തി വരുമല്ലോ, അതാണ് കാമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അതിയായിട്ടുള്ള ഭൗതിക ആഗ്രഹങ്ങളാണ് ഈ കാമം. അപ്പൊ ആ കാമം കാരണം കൊണ്ടാണ്, അതാണ് നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിച്ച് നിർത്തിക്കണത് എന്നാണ് പറയുന്നത്. അതിന്റെ ഇരിപ്പിടങ്ങൾ ഏതൊക്കെയാന്നാ പറഞ്ഞത്? മനസ്സ്, ബുദ്ധി, ഈ 3 കാര്യങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഈ കാമത്തിനെ, ഈ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇന്ദ്രിയങ്ങളെ ആദ്യം തന്നെ നിയന്ത്രിക്കണം. അതാണ് അവസാനത്തെ ശ്ലോകം നമ്മൾ കണ്ടുപോലെ, ഒരു കുതിരവണ്ടിയായിട്ട് നമ്മൾ കാണിച്ചൂലെ നമ്മുടെ ശരീരത്തിനെ. അതിൽ 5 ഇന്ദ്രിയങ്ങളും 5 കുതിരകളായിട്ട്. അപ്പൊ ആ കടിഞ്ഞാണിനെ പിടിച്ചിരിക്കുന്നത് എന്താണ്? ബുദ്ധിയാണ്. അപ്പൊ കടിഞ്ഞാനൊന്ന് അടച്ചു വിട്ട് കഴിഞ്ഞാല്, ബുദ്ധിയുടെ കൺട്രോളിലല്ല നമ്മുടെ മനസ്സെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? നമ്മുടെ കണ്ണ് ഒരു സ്ഥലത്തേക്ക് പോകും, കണ്ണുകൊണ്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും, ചെവി കൊണ്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത് അല്ലെ. ആ ആഗ്രഹങ്ങൾ ഓരോന്നും ഓരോ സ്ഥലത്തേക്ക് നമ്മളെ വലിക്കും.
നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സാധനങ്ങളോട് ആഗ്രഹം വരും അല്ലെ, ചെവി കൊണ്ട് കേൾക്കുന്നതിനോട് വരും, പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കാണുമ്പോൾ എന്താണ് ആ രുചി വരും അല്ലെ, സ്മെല്ലോണ്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭൗതിക ആഗ്രഹങ്ങളിലും മുഴുകിയിട്ട് ഒരിക്കലും ഭഗവാനെ അറിയാതെ അത് പതിച്ചു പോവും എന്നുള്ളതാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഭഗവാൻ സമർപ്പിച്ച എല്ലാ കർമ്മങ്ങളും ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ ഇനി അടുത്ത അധ്യായം എന്ന് പറയുന്നത് ജ്ഞാനയോഗം എന്നാണ് പറയുന്നത് കേട്ടോ, അതീന്ദ്രിയ ജ്ഞാനം. അപ്പൊ ഇനി പറയാണ് ഭഗവാന് സമർപ്പിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഭഗവാന് സമർപ്പിച്ച് നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്, എന്താണ് ശരിക്കും ഭഗവാന് നമ്മളുമായിട്ടുള്ള ബന്ധം വരുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഭഗവാനിലേക്ക് എത്താൻ നമ്മൾക്ക് ആരുടെ സഹായമാണ് ആവശ്യം എന്നുള്ളതൊക്കെയാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ എന്ത് പറയുന്നത്, ജ്ഞാനയോഗം. യോഗം എന്ന് പറഞ്ഞാല് ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിന് ആ കണക്ഷനാണ് യോഗം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് ഈ 3 പ്രകൃതി ഗുണങ്ങളുടെ അടിമയായതുകൊണ്ട്, മായയുടെ അടിമയായതുകൊണ്ട് നമ്മളത് ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ വിചാരിക്കുന്നത്, നമ്മളാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് വിചാരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന് മേലെ ഭഗവാന്റെ ഇച്ഛയ്ക്കാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ള ആ ഒരു അറിവ് നമ്മൾക്ക് തരികയാണ് ഈ ജ്ഞാനയോഗം എന്ന് പറഞ്ഞ അധ്യായം. ഭഗവത്ഗീത യഥാരൂപാണ് നമ്മൾ പഠിക്കണേ അല്ലെ. അതിൽ ആദ്യത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷാകവേ ബ്രവീത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു. വിവസ്വാൻ തന്റെ മകനായിട്ടുള്ള ആർക്ക് വേണ്ടിയിട്ടാണ്, മനു ഇക്ഷാകുവിന്. അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടിയ ഒരു നിർദ്ദേശമാണ് കേട്ടോ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കണം ക്ലാസ്സിൽ എന്നാണ്. അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് ഒരു അറ്റൻഡൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഉണ്ടാവുക. അപ്പൊ നിങ്ങളെ അറിയാൻ സാധിക്കുമല്ലോ, അപ്പൊ അത് കാരണം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് കഴിയുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ള ആൾക്കാർ മാത്രം വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല, കാരണം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനത്തെ ബാക്കി എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ എന്താ പറയണത്, അപ്പൊ ഭഗവാൻ പറയുകയാണ്. അപ്പൊ ഇനി ഭഗവാൻ ജ്ഞാനം കൊടുക്കുകയാണ് അർജുനന്. എന്ത് ജ്ഞാനാണ് കൊടുക്കുന്നത് കേട്ടോളൂ. അപ്പൊ എന്താ കൃഷ്ണൻ പറഞ്ഞത്, സനാതനമായിട്ടുള്ള ഈ കാര്യം, അതായത് ഭഗവാനെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞു, നമ്മളെ എല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ആ യോഗം ഭഗവാനുമായിട്ട് നമ്മളുടെ ആ ബന്ധം പറയുന്ന ആ യോഗത്തിനെ ആർക്കാണ് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്നത്, സൂര്യദേവനായിട്ടുള്ള വിവസ്വാൻ എന്ന് പറയുന്നത് ഇത് സത്യയുഗമാണ് കേട്ടോ, വിവസ്വാൻ എന്ന് പറയുന്നത്. അപ്പൊ സത്യയുഗത്തിലാണ് സൂര്യദേവനായിട്ടുള്ള വിവസ്വാൻ ആര് ഉപദേശിച്ചു കൊടുത്തേക്കണത്, ഈ ഭഗവത്ഗീത ആദ്യമായിട്ട് അർജുനനോടല്ല, അതിനു മുമ്പ് സൂര്യദേവനായിട്ടുള്ള വിവസ്വാന് ഉപദേശിച്ചിട്ടുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇനി വിവസ്വാൻ ആർക്ക് പറഞ്ഞു കൊടുത്തു, മനുവിന് പറഞ്ഞു കൊടുത്തിട്ട്, മനുവിന് അതായത് മകനാണ്. അത് കഴിഞ്ഞ് മനു ആർക്ക് പറഞ്ഞു കൊടുത്തു, അവരുടെ മകനായിട്ടുള്ള ഇക്ഷാകുവിന് പറഞ്ഞു കൊടുത്തു. ഇക്ഷാകു എന്നുള്ള പേര് ഇതിനു മുമ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ പറയൂ. ഹരേ കൃഷ്ണ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഇക്ഷാകു എന്ന് പറയുന്നത് ശ്രീരാമദേവന്റെ വംശമാണ്. ഇക്ഷാകു വംശത്തിലാണ് ശ്രീരാമൻ പിറന്നത്. ഓക്കെ, ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? അപ്പൊ ആ ഇക്ഷാകു എന്ന് പറയുന്നത്, ആ ഇക്ഷാകുവിന്റെ പിൻതലമുറക്കാരനായിട്ടാണ് ശ്രീരാമൻ ജനിക്കുന്നത് കേട്ടോ. അപ്പൊ ഇക്ഷാകു വംശം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇക്ഷാകു എന്ന് പറയുന്നത്, അപ്പൊ അത് ഏത് യുഗത്തിലാണ് പറയൂ, ശ്രീരാമന്റെ യുഗം എന്ന് പറയുന്നത് ഏത് യുഗ? ത്രേതായുഗത്തിലാണ്. അപ്പൊ സത്യയുഗത്തില് വിവസ്വാൻ ആർക്ക് ഉപദേശിച്ചു, അല്ല വിവസ്വാൻ ഉപദേശിച്ചു ഭഗവാൻ. അപ്പൊ അത് ത്രേതായുഗം വരയ്ക്കും കണ്ടിന്യൂ ചെയ്തിട്ട് പോയിട്ടുണ്ട് അല്ലെ. മനുവിന് ഇക്ഷാകു എന്ന് പറയുന്നത് ത്രേതായുഗത്തിലാണ്. അത് വരയ്ക്കും ഈ ജ്ഞാനം പകർന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ്ടായി എന്നുള്ളതാണ് ഇനി അടുത്തത് പറയുന്നത്. അപ്പോ ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേനേകമകഥാ യോഗോ നഷ്ടപരം തപ. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, അതിങ്ങനെ പരമ്പരയായിട്ട് വന്ന് എവിടെ വരെത്തി, ഇക്ഷാകു വരയ്ക്ക്, ത്രേതായുഗം വരയ്ക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞ സത്യ യുഗം എന്ന് പറയുന്നത് എത്ര കൊല്ലാണെന്നാ പറഞ്ഞത്, 17 ലക്ഷത്തി കുറച്ച് കൊല്ലം വരും കേട്ടോ അത്. പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്, അതിനുശേഷം വരുന്ന യുഗം ഏതാണ്, സത്യയുഗത്തിന് ശേഷം ഏതൊരു യുഗം വന്നത്, ത്രേതായുഗമാണ്. ത്രേതായുഗം എന്ന് പറയുന്നത് 12 ലക്ഷത്തിയാണ് വരിക. ഓക്കെ, 96,000 ആണെന്നാണ് ഓർമ്മ എന്റെ. ഓക്കെ, അത്രയും വർഷങ്ങൾ വരും.
ഓക്കെ, അപ്പൊ അത്രയും വർഷങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും വർഷങ്ങളിൽ അത്രയും 17 ലക്ഷം വർഷം അത് പകർന്ന് വന്നിട്ടുണ്ട്. ഏത് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് നടന്നു? ഏവം പരമ്പരാപ്രാപ്ത, പരമ്പരയായിട്ട് വന്ന ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. അത് രാജർഷികൾ ഇതിൽ പറയുന്നുണ്ടല്ലേ, രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. രാജർഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ രാജാക്കന്മാരൊക്കെ ഋഷി തുല്യരായിരുന്നു എന്നുള്ളതാണ്. അവര് ആരാണ്? സന്യാസിമാരെ പോലെ എല്ലാം ഭഗവാന് സമർപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിന്റെ ഗുണങ്ങൾ ഇന്നലെ പറഞ്ഞോളെ, യദ് ആചരതി ശ്രേഷ്ഠോ തത് ഏതേ തരോ ജനാഹ, ഏതെല്ലാം മഹാന്മാരായ ആൾക്കാർ ചെയ്യുന്നതൊക്കെ അതിന്റെ പിൻഗാമികള് അവിടുത്തെ ജനങ്ങള് അനുകരിക്കും എന്ന് പറഞ്ഞു, സാധാരണ ആൾക്കാർ അനുകരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് രാജാവിന് അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ ആൾക്കാർ എങ്ങനെയുണ്ടായിരുന്നത്? രാജർഷിമാരായിരുന്നു, ഒരു ഭഗവത് ശുദ്ധ ഭക്തന്മാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരും ഭക്തന്മാരായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ കാലത്ത്. പക്ഷെ പിന്നെ എന്തുണ്ടായി? ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോയി, നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പൊ ഒരു പരമ്പര എന്നുള്ളതിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കും, മേലെ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു പഴം പറിക്കുകയാണ് അല്ലെ. അത് വന്നു കഴിഞ്ഞിട്ട് ആ പഴം പറിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആ കുട്ടി ആ കൊട്ടയിലേക്ക് ഇടാണ് പെൺകുട്ടിയുടെ കയ്യിലുള്ളത്. അപ്പൊ അത് ആ പഴത്തിന് ഒരു കേടും സംഭവിക്കുന്നില്ല. കറക്റ്റ് അല്ലേ? എന്നാൽ അത് നേരെ താഴത്തേക്കാണ് കുട്ടി പറിച്ചിട്ട് ഇടണമെന്നുണ്ടെങ്കിലോ അത് ചിലപ്പോൾ ഒരു ഭാഗം തഞ്ഞു പോകും, ചിലപ്പോൾ കേട് വന്നു പോവാം അല്ലേ, അങ്ങനെ സംഭവിക്കും. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഭഗവാൻ തന്ന അറിവ് ഓരോരുത്തരിലൂടെയായിട്ട് പകർന്ന് നമ്മൾക്ക് എത്തുമ്പോൾ ഭഗവാൻ എന്താണോ പറഞ്ഞത് ആ അറിവ് തന്നെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ശൃംഖല മുറിഞ്ഞു പോയാൽ, ഒരു കണ്ണി മുറിഞ്ഞു പോയാൽ എന്തുണ്ടാവുന്നു? അടുത്ത ആൾക്ക് വന്നു കഴിഞ്ഞിട്ട് യഥാർത്ഥ ജ്ഞാനമില്ല, എന്താണ് ഭഗവാൻ പറഞ്ഞെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിട്ടില്ല. അപ്പൊ അയാളുടെ ഇഷ്ടത്തിനാണ് ആ വിവരങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അയാൾക്ക് ഭഗവത്ഗീത വായിച്ചിട്ടോ ഭാഗവതം വായിച്ചിട്ടോ എന്താണ് മനസ്സിലാക്കിയത്? അത് മുറി വൈദ്യൻ ആലെ കൊല്ലുമെന്ന് പറയില്ലേ സാധാരണ, അതുമാതിരിയായിരിക്കും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ജ്ഞാനം എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഒരു പരമ്പരയിൽ കൂടി സ്വീകരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പരമ്പര ആരാണ്? ഭഗവാൻ ആർക്കാണ് വേദജ്ഞാനം പറഞ്ഞു കൊടുത്തത്? ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? ബ്രഹ്മാവിന്. അതും നമ്മൾ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തതല്ലേ. നമ്മൾക്ക് ഏറ്റവും ആദ്യം വേദജ്ഞാനം ആർക്കാ കിട്ടിയത്? ബ്രഹ്മാവിനാണ്. ബ്രഹ്മാവിനാണ് കിട്ടിയത് കേട്ടോ. എന്നിട്ട് ബ്രഹ്മാവിൽ നിന്ന് ആർക്ക് വരും? നാരദനിൽ വരും. നാരദനിൽ നിന്ന് വ്യാസനിൽ വരും. ഇതാണ് ഈ പരമ്പര ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന് ഇതെന്ന് പറയുന്നത് മത്വ ഗൗഡീയ സമ്പ്രദായമാണ് നമ്മൾ ഇസ്കോൺ ഫോളോ ചെയ്യുന്നത്. ആ ഒരു പരമ്പരയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ 4 സമ്പ്രദായങ്ങളുണ്ട്. ശ്രീ സമ്പ്രദായം ഉണ്ട്, രുദ്ര സമ്പ്രദായം ഉണ്ട്, കുമാര സമ്പ്രദായം ഉണ്ട്, അതുപോലെ തന്നെ ഇത് ബ്രഹ്മ സമ്പ്രദായം ഉണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രഹ്മ സമ്പ്രദായമാണ്. അതിന്റെ പരമ്പരയാണ് ഇവിടെ കാണിക്കുന്നത്. ശ്രീ സമ്പ്രദായം ആണെങ്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അതിൽ രാമാനുജരാണ് വരിക. ഓക്കെ. ഇനി രുദ്ര സമ്പ്രദായം ആണെങ്കിൽ വിഷ്ണു സ്വാമിയാണ് അതിന്റെ ഇതായിട്ട് വരിക. അതുപോലെ നിംബർക്ക്, അതായത് കുമാര സമ്പ്രദായത്തില് വരുന്നത് ആരാണ്? നിംബർക്ക് എന്നാണ് വരുന്നത്. അപ്പൊ അങ്ങനെ 4 തരത്തില് 4 ഇതിലും ഓരോരുത്തരാണ് വരിക ആക്ച്വലി അതിന്റെ ആചാര്യന്മാരായിട്ട്. അപ്പൊ ബ്രഹ്മാവ് ആചാര്യനായിട്ടുള്ള ആ ഒരു പരമ്പരയുടെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ കൃഷ്ണനിൽ നിന്ന് ആർക്ക് വന്നു? ബ്രഹ്മാവിൽ നിന്ന് വന്നു. ബ്രഹ്മാവിന് വന്നു, ബ്രഹ്മാവിൽ നിന്ന് നാരദനിൽ വന്നു, അത് കഴിഞ്ഞിട്ട് മധ്വാചാര്യർക്ക് വന്നു. അങ്ങനെ 22ാമത് നോക്കൂ, ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലെ, ഹരേകൃഷ്ണ മന്ത്രം നമ്മൾക്ക് തന്നത് ചൈതന്യ മഹാപ്രഭു ആണെന്ന്. അത് കഴിഞ്ഞിട്ട് 32ാമത്തെ ആയിട്ടാണ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ വരുന്നത്. അപ്പൊ അങ്ങനെ പരമ്പരയിൽ കൂടി നമ്മൾക്ക് എത്തിയിട്ടുള്ളതാണ് ഈ ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ്. ഇതിൽ പ്രഭുപാദയുടേതായിട്ടുള്ള ഒരു വാക്ക് പോലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അവരെഴുതുമ്പോൾ ഭഗവാനായിട്ട് അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് അവർ എഴുതുന്നത് എന്നുള്ളതാണ്. ആ ആചാര്യന്മാരിൽ നിന്ന് കിട്ടിയത്. അദ്ദേഹത്തിന്റെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഒരു പരമ്പരയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഏതെങ്കിലും കണ്ണി മുറിഞ്ഞു പോയ എന്താണ്? യഥാർത്ഥ അറിവായില്ല നമ്മൾക്ക് കിട്ടുക എന്നുള്ളതാണ്. സയേവായം മയാ തേദ്യ യോഗപ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഖേതദുത്തമം. നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. അപ്പൊ ഇനി ഭഗവാൻ പറയാണ്, ഇപ്പൊ ആ മുറിഞ്ഞുപോയി, അപ്പൊ അതിനെ വീണ്ടും ആ കണ്ണി വിളക്കി ചേർക്കുക എന്ന് പറയില്ലേ, അതിനു വേണ്ടിയിട്ടാണ് അർജുനനോട് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്താ നമ്മൾക്ക് മനസ്സിലാവുന്നത്? അർജുനൻ ഒരു നിമിത്തം മാത്രമാണ്. ഭഗവാൻ ഈ ജ്ഞാനം പകർന്നു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി അർജുനന്. അതുകൊണ്ടാണ് അർജുനന് എന്ത് തോന്നുന്നത്? അർജുനൻ ശരിക്കും ശുദ്ധഭക്തനാണ്, ഭഗവാന്റെ സന്തത സഹചാരിയാണ് അല്ലേ.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള അർജുനന് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയത്? അയ്യോ എനിക്ക് യുദ്ധം ചെയ്യേണ്ട, അവരൊക്കെ ഞാൻ കൊല്ലണ്ടേ എന്നൊക്കെ നമ്മൾ തോന്നിയില്ല. ഒരു സാധാരണ ഒരാൾക്ക് തോന്നുന്ന മാതിരി, ഒരു ഭക്തന് തോന്നുന്ന വിചാരങ്ങളല്ല അർജുനൻ അവിടെ വന്നത്. അത് എന്തുകൊണ്ടാണ്? അത് ഭഗവാന്റെ യോഗമായാണ് എന്നാണ് പറയുന്നത്. ഭഗവാൻ തോന്നിപ്പിക്കുകയാണ് അങ്ങനെ. എന്നാലല്ലേ ഭഗവാന് നമ്മൾക്ക് വേണ്ടിയിട്ട് ഭഗവത്ഗീത പറയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? നീ എന്റെ ഭക്തനും മിത്രവുമായി. അപ്പൊ എന്തുകൊണ്ടാണ് അർജുനന് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത്? ഭക്തനും മിത്രവുമായതുകൊണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരും. ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒന്ന് നോട്ട് ചെയ്ത് വരിക കേട്ടോ ക്ലാസ്സിലേക്ക് വരുമ്പോൾ. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അപ്പപ്പോ നിങ്ങൾക്ക് ആൻസർ നോട്ട് ചെയ്തിട്ട് പോവാം. അപ്പൊ എന്തുകൊണ്ടാണ്? ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് ഈ ഭഗവത്ഗീത ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇനി അർജുന ഉവാച, അർജുനൻ പറയാണ്, അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വമാദോ പ്രോക്തവാനിതി. അർജുനൻ പറഞ്ഞു, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചു എന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകി എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ അർജുനൻ ഇവിടെ ചോദിക്കുകയാണ്, വിവസ്വാൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾക്കും കൺഫ്യൂഷൻ വരാം അല്ലെ? ഭഗവാൻ ഇപ്പോഴാ പറഞ്ഞു കൊടുത്താണത്? സത്യയുഗത്തിലാണെന്ന് പറഞ്ഞു വിവസ്വാന് പറഞ്ഞു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അത് പകർന്ന് ഇക്ഷാകുവരയ്ക്ക് ത്രേതായുഗത്തിലാണ്. ഇപ്പൊ അർജുനൻ ഇരിക്കുന്നത് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാണ് അല്ലേ? അപ്പൊ ഈ ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ ഇരിക്കുന്ന ഭഗവാൻ, അപ്പോഴാണ് ഭഗവാൻ ജനിച്ചിരിക്കുന്നത്. അർജുനനും ആ സമയത്താണുള്ളത്. അപ്പൊ സത്യയുഗത്തിലുള്ള വിവസ്വാൻ അത് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഇവിടെ കേൾക്കുന്നില്ലല്ലോ. ഹരേ കൃഷ്ണ മാതാജി, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. നെറ്റ് പ്രോബ്ലം ആയിരിക്കും. പറഞ്ഞോളൂ. മാതാജി കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഹരേ കൃഷ്ണ. അപ്പൊ അതായത് വിവസ്വാൻ എന്താ പറയാൻ കാരണം എന്ന് ചോദിക്കണത്. സൂര്യദേവനായിട്ടുള്ള വിവസ്വാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കണ്ടേന്നുണ്ടെങ്കിൽ, സൂര്യദേവൻ എന്ന് പറയുന്നത് ഒരു പദവി മാത്രമാണ്. ബ്രഹ്മാവ് എന്ന് പറയുന്നതും സൂര്യൻ എന്ന് പറയുന്നതൊക്കെ ഒരു പദവിയാണ്, ഒരാളല്ല. ഓക്കെ. അപ്പോ ഓരോ യുഗത്തിലും അവിടെ സൂര്യദേവനായിട്ട് വരുന്ന ആൾക്കാർ മാറും. അപ്പൊ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് വിവസ്വാനാണ്. മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെ ബ്രഹ്മാവും മാറിക്കൊണ്ടിരിക്കും, മനുക്കളും മാറിക്കൊണ്ടിരിക്കും ഓരോ തവണയും. മഹാബലിക്ക് പോലും ആ ഒരു സ്ഥാനം ഭഗവാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് ബ്രഹ്മാവ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സൃഷ്ടി നടക്കൂലോ, ആ സൃഷ്ടി നടക്കുന്നു ഭഗവാന്റെ ഉച്ഛ്വാസ സമയത്താണ് സൃഷ്ടി നടക്കുക കേട്ടോ. ഭഗവാൻ ശ്വസിച്ച് ശ്വാസം പുറത്തേക്ക് വിടില്ലേ, ആ സമയത്താണ് നമ്മുടെ സൃഷ്ടിയൊക്കെ നടക്കുന്നത്, നമ്മളെല്ലാവരും ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയത്ത് അപ്പോ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് ആരാണോ അയാൾക്കാണ് ബ്രഹ്മാവിന്റെ പദവി കൊടുക്കുക. അങ്ങനെയാണ്. അപ്പൊ ഇത് ഒരു പദവി മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇപ്പൊ ഇനി എന്താ ചോദിക്കുന്നത്? സത്യയുഗത്തിൽ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നത്, ഇപ്പൊ നമ്മൾ ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലല്ലേ ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് സത്യയുഗത്തിലുള്ള വിവസ്വാനം അങ്ങനെ പറഞ്ഞ് ഉപദേശം നൽകിയെന്ന് പറയാൻ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴല്ലേ നമ്മളുള്ളത്, എനിക്ക് അതിനെ പറ്റി ഒന്നും ഓർമ്മയില്ലല്ലോ ചോദിക്കുകയാണ് അർജുനൻ. അപ്പൊ എന്താണ് ഭഗവാൻ അതിന് ഉത്തരം നൽകുന്നത്? ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദാത പരം തപ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്ക് അതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്കത് സാധ്യമല്ല. അപ്പൊ ഇവിടെ ഭഗവാൻ എന്താ പറയണത്? എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കണം, ഇതുവരെ പുനർജന്മമുണ്ടോ പുനർജന്മം ഇല്ലേ എന്നൊക്കെ സംശയമുള്ള ആൾക്കാർക്കുള്ള ഒരു ഉത്തരാണ് ഈ ശ്ലോകം. നോക്കൂ എന്താ ഭഗവാൻ പറയണേ? എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ഓരോ ആൾക്കാർക്കും എത്ര ജന്മങ്ങളുണ്ട്? എണ്ണമറ്റ ജന്മങ്ങളുണ്ട്. എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു, എനിക്ക് അതെല്ലാം ഓർമ്മിക്കാൻ കഴിയും. അപ്പൊ ഭഗവാനും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അർജുനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഭഗവാനിന്റെ ശരീരം എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപമാണ്. അതുകൊണ്ട് ഭഗവാൻ ഇപ്പോഴും ഒരേ ശരീരമുള്ള നശിക്കുന്നില്ല. പക്ഷെ നമ്മൾക്കോ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഒരു ശരീരമാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഈ ജീവാത്മാവ് അതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അത് നശിച്ചു പോകുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഈ ശരീരം പോകുമ്പോൾ നമ്മുടെ ഓർമ്മശക്തി നശിക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിരുന്നുണ്ടാവാം അല്ലെ? വൃക്ഷങ്ങളായിരുന്നുണ്ടാവാം, ഒരു മാനായിരുന്നുണ്ടാവാം, ഒരു സിംഹമായിരുന്നുണ്ടാവാം, അതല്ല വേറൊരു മനുഷ്യനായിരുന്നുണ്ടാവാം, ഒരു ദേവൻ പോലും ആയിരുന്നുണ്ടാവാം.
നമ്മുടെ തെറ്റായ കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മനുഷ്യനായി വന്നതും ആവാം അല്ലേ? അപ്പൊ ഇതൊന്നും നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കില്ല. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തായാലും നമുക്ക് ആർക്കെങ്കിലും ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഭഗവാനോ? ഭഗവാൻ എല്ലാം ഓർമ്മയുണ്ട്. ഭഗവാൻ ജനിച്ചിട്ടില്ല. ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ ഭഗവാന് തുടക്കം മുതൽ അവസാനം വരെ ഓരോരുത്തരെ പറ്റിയിട്ടും എല്ലാ വിവരങ്ങളും ഭഗവാനെ ഓർമ്മിക്കാനായിട്ട് സാധിക്കും. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എനിക്ക് നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് അതൊക്കെ ഓർമ്മിക്കാൻ കഴിയും, നിനക്ക് സാധ്യമല്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണേ? നമ്മൾക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നതായിരുന്നോ നല്ലത്, ഓർമ്മിക്കാൻ സാധിക്കാത്തതാണോ നല്ലത്? എന്താ തോന്നണേ? ഹരേ കൃഷ്ണ. സാധിക്കാത്തത്. എന്താ കാരണം? കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്തേക്കണെന്ന് നമ്മൾക്ക് അറിയില്ല. ഇപ്പൊ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് നമുക്ക് അറിയാണ്ട് പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കും. അതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമുക്കൊരു സ്മരണ വരും അല്ലെ? ആലോചന വരുമ്പോഴേക്കും നമ്മൾ എന്താ വിചാരിക്കുക? അയ്യോ, എനിക്ക് അതൊന്നും ആലോചിക്കേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വേഗം തന്നെ നമ്മുടെ മനസ്സിനെ അതിൽ നിന്ന് വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റും അല്ലെ? നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ചീത്ത കാര്യങ്ങൾ നടന്നാൽ ഓർക്കാൻ ഇഷ്ടപ്പെടില്ല നമ്മൾ ആരും. അപ്പൊ എത്രയോ ചീത്ത കാര്യങ്ങൾ ഈ ജന്മങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളൊരു മൃഗമായിട്ട് ജനിച്ചതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊക്കെ നമ്മൾക്ക് ഓരോ ഫാമിലി ഉണ്ടായിരുന്നുണ്ടാവും അല്ലെ? ഇനിയിപ്പോ കഴിഞ്ഞ ജന്മത്തിൽ തന്നെ നമ്മൾ മനുഷ്യൻ തന്നെയായിരുന്നു വെക്കും, നമുക്ക് വേറൊരു ഫാമിലി ഉണ്ടാവും. അവരെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നുണ്ടാവും അല്ലെ? അതുകൊണ്ട് ഭഗവാൻ നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർമ്മയില്ലാത്തതെന്ന് വെച്ചോളൂ. പക്ഷെ അപ്പൊ ഇവിടെ ഭഗവാൻ പറയാണ്, എനിക്കെല്ലാം ഓർമ്മയുണ്ട്, നിനക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് നിനക്ക് അറിയാത്തത്. അപ്പോ ഈ വിവസ്വാൻ, അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഭഗവാൻ ഇപ്പൊ എപ്പോഴും ഭഗവാനൊക്കെ നമ്മൾ അവതാരം എടുത്ത് വരുമ്പോണ്ടല്ലോ, ഭഗവാന്റെ കൂടെ ഭഗവാന്റെ ആ ധാമത്തിലുള്ള ഗോലോക വൃന്ദാവനത്തിലുള്ള കുറെ ആൾക്കാരൊക്കെ കൂടെ വരും. അതാണ് പാർഷദന്മാരെന്ന് പറയും. അപ്പൊ എപ്പോഴും അർജുനൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു പാർഷദനാണ്. അപ്പൊ ഇപ്പൊ എന്താണ് ഭഗവാൻ പറഞ്ഞത്? അന്ന് വിവസ്വാൻ പറഞ്ഞപ്പോൾ നീ ഉണ്ടായിരുന്നു, പക്ഷെ നിനക്കത് ഓർമ്മയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അന്നും അർജുൻ വേറൊരു രൂപത്തിൽ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നുണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിപ്പോ നരനാരായണനായിട്ട് വരുമ്പോ നരനായിട്ടുള്ളത് അർജുനനാണ് എന്നാണ് പറയുക കേട്ടോ. ഇതായിട്ട് പിന്നെ ഇപ്പൊ ഈ അർജുനന്റെ ഈ കൃഷ്ണന്റെ ഇതിൽ തന്നെ രാധാദേവിയുടെ കൂടെയുള്ള സഖിയുടെ രൂപത്തിലും കൂടി നമ്മള് അർജുനനെ പറയാറുണ്ട് കേട്ടോ. ഇനി അടുത്ത ശ്ലോകം. അജോ ഭീസൻ അവ്യയാത്മാ ഭൂതാനാമീശ്വരോ ഭീസൻ പ്രകൃതിം സാമധിഷ്ഠായ സംഭവാമ്യാത്മമായ. എനിക്ക് പിറവിയില്ല, എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല, ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ, എന്നിരിക്കലും യുഗം തോറും എന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഭഗവാൻ എന്താ പറയുന്നത്? എനിക്ക് പിറവിയില്ല, അജനാണ്. അജം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനിക്കാത്തവൻ, പിറവിയില്ലാത്തവൻ എന്നാണ് കേട്ടോ അർത്ഥം. അപ്പൊ എനിക്ക് പിറവിയില്ല, എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേടി കഴിയും. അതാണ് പറയുന്നത്. ഭഗവാന്റെ പഞ്ചഭൂതം നിർമ്മിതല്ല, സച്ചിദാനന്ദ സ്വരൂപമാണ്. സത്ത് ചിത്ത ആനന്ദം. സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, എറ്റേണൽ എന്നാണ് എന്റെ അർത്ഥം. ചിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറിവും ഉള്ളത്. കാരണം ഭഗവാനിൽ നിന്നാണ് ഓരോന്നും വന്നിട്ടുള്ളത്. അപ്പൊ ഭഗവാൻ എല്ലാം അറിയാം അല്ലെ? ഭഗവാന് മേലെ ഒന്നുമില്ല. ആദി എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാന് മേലെ അതിന് മുമ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എല്ലാ അറിവുമുണ്ട്. ഇനി ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ആനന്ദവും ചേർന്നതാണ് ഭഗവാൻ. അതായത് ഭഗവാൻ അവിടെ ദ്വന്ദ്ങ്ങളില്ല, അതായത് സുഖം ദുഃഖം എന്നുള്ള ഭാവങ്ങളൊന്നുമില്ല, എല്ലാം ചേർന്നതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ സച്ചിദാനന്ദം, ഈ ആനന്ദത്തിന്റെ മൂർത്തിഭാവമായിട്ടാണ് നമ്മൾ എപ്പോഴും രാധാറാണിയെ പറയുക കേട്ടോ ഭഗവാന്റെ ഇതില്. അപ്പൊ എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടില്ല, ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ, എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിച്ചത് ഭഗവാനാണ് അല്ലേ? എന്നിരിക്കലും യുഗം തോറും എന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. അപ്പൊ ഇതിൽ ഒന്നും കൂടി പറയുന്നുണ്ട് ഭഗവാൻ എന്താണ്? എന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ. അപ്പൊ നമ്മൾ ഒരു അവതാരം എടുക്കുമ്പോ അത് ഇപ്പൊ മനുഷ്യനായിട്ടാണ് വന്നതിൽ, ശ്രീരാമദേവനായാലും ശരി, കൃഷ്ണനായാലും ശരി. അപ്പൊ അതുകൊണ്ട് അവര് ഒരു മനുഷ്യന്റെ ശരീരമാണ് അവർക്ക് നമ്മൾ വിചാരിക്കാൻ പാടില്ല. മനുഷ്യരൂപത്തിൽ നമ്മളത് കാണപ്പെടുന്നു എന്നുണ്ടെങ്കിലും ഭഗവാന്റെ അതീന്ദ്രിയ ശരീരം തന്നെയാണ് ഭഗവാന്. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മൾക്ക് എന്താണ് അർജുന വിശ്വരൂപം കാണിച്ചു കൊടുക്കാൻ പറ്റിയത് അല്ലേ? അതുപോലെ തന്നെ ഗോപന്മാരെ കൂടെ നിൽക്കുമ്പോൾ എന്താണ് വിമോഹന ലീലയുടെ സമയത്ത് ബ്രഹ്മാവ് എല്ലാവരെയും മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോ ഭഗവാൻ എന്താ ചെയ്തത്? അവരുടെ ഒക്കെ രൂപം എടുത്തു. രാസലീല സമയത്ത് ഓരോരുത്തർക്കും കൃഷ്ണനായി വന്നു അല്ലെ? ഓരോ ഗോപികമാർക്കും കൃഷ്ണനായിട്ട് വന്നു. അതെല്ലാം എന്തുകൊണ്ടാണ് സാധിച്ചത്? ആ കൃഷ്ണന്റെ ശരീരത്തിൽ നിന്നാണ് എല്ലാം വന്നത്. അത് അതീന്ദ്രിയ ശരീരമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഗോവർദ്ധന പർവ്വതം ഉയർത്തി കാണിച്ചു. അത് അതീന്ദ്രിയ ശരീരമായതുകൊണ്ടല്ലേ ഗോവർദ്ധന പർവ്വതം ഉയർത്തി കാണിക്കാൻ പറ്റിയത് ഭഗവാന്. അതാണ് ഭഗവാൻ പറയുന്നത്, ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തില് ഞാൻ അവതരിക്കുന്നു. അപ്പൊ ഇത് ഭഗവാൻ ആണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളത് ഭഗവാൻ എന്ന് പറയുന്ന ശ്ലോകമാണ് ഇത് കേട്ടോ. അജോബീസൻ ഏതാണ്? 4-6 എന്നുള്ളതാണ് ആ ശ്ലോകം. നോട്ട് ചെയ്ത് വെച്ചോളൂ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത.
അപ്പൊ ഇവിടെ എന്താ പറയണത്? എപ്പൊക്കെ ധർമാചരണത്തിന് ക്ഷയം നശിക്കുന്നുവോ, അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? കംസനാണ് അല്ലെ. അപ്പൊ പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് ഒരുപാട് രാക്ഷസന്മാര് കാരണം കൊണ്ട് ഭാരം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭൂമി ദേവി റിക്വസ്റ്റ് ചെയ്യാണ് ബ്രഹ്മാവിനോട്. എന്നിട്ട് ബ്രഹ്മാവ് വന്നു കഴിഞ്ഞിട്ട് ശിവദേവനോടും പറയുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടി വന്നു കഴിഞ്ഞിട്ട് ഭഗവാനോട് പറയാണ് ഭൂമിയുടെ ഭാരം കുറയ്ക്കണം എന്ന്. എന്നിട്ടാണ് ഭഗവാൻ വരുന്നത് കേട്ടോ. ഈ ജന്മത്തിന്റെ കൃഷ്ണാവതാരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തില്. അതോടൊപ്പം എന്താണ് എന്താണ് ധർമാചരണത്തിന് ക്ഷയം സംഭവിച്ചത്. അപ്പൊ കംസൻ എന്താ ചെയ്തത്? എല്ലാ കുട്ടികളെയും കൊല്ലുകയാണല്ലേ. അതുപോലെ ഒരു കുട്ടിയാണ് തോന്നുന്നത്. എന്താണ് ആ ശരീരം വന്നത്? ദേവകിയുടെ 8ാമത്തെ പുത്രൻ കൊല്ലുന്നതാണ്. പക്ഷെ ആ കുട്ടി എവിടെയാണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് എത്ര കുട്ടികളെയാണ് കംസൻ കൊന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അധർമ്മമൊക്കെ തഴച്ചു വളരുമ്പോൾ ഞാൻ വരും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇത് ഭഗവാന്റെ പ്രോമിസ് ആണ് നമ്മൾക്ക്. എപ്പോഴൊക്കെയാണ് ധർമാചരണത്തിന് ക്ഷയം സംഭവിക്കുന്നത് അപ്പൊക്കെ ഭഗവാൻ വരും. ഇനി അടുത്ത ശ്ലോകം എന്താ പറയുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഭഗവാൻ എന്തിനാണ് അവതരിച്ചത് എന്നാണ് പറയുന്നത്? ഭക്തന്മാരെ രക്ഷിക്കാനായിട്ട്. ഇപ്പൊ പ്രഹ്ലാദന്റെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലേ, ഹിരണ്യകശിപുവിനെ കൊല്ലാനായിട്ട് എങ്ങനെയാ വന്നത് ഭഗവാൻ? ആ തൂണിൽ നിന്ന് വന്നു അല്ലേ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട്. പ്രഹ്ലാദനെ എങ്ങനെയൊക്കെയാണ് ദ്രോഹിച്ചത് അച്ഛൻ? ആദ്യം തന്നെ എന്താണ്, എത്ര തവണ സർപ്പത്തെ വിട്ട് കൊല്ലാൻ നോക്കി അല്ലേ. അതുപോലെ മലയിൽ നിന്ന് താഴത്തേക്ക് വലിച്ചെറിയാൻ നോക്കി, മതയാനെ കൊണ്ട് കൊല്ലാൻ നോക്കി. അതുപോലെ തന്നെ എന്താണ്, തീയിൽ കൊണ്ട് നിർത്തി ഹോളികയുടെ മടിയിൽ ഇരുത്തിയിട്ട്, ഹോളികയ്ക്ക് അങ്ങനെ ഒരു വരണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലൊക്കെ ഭഗവാൻ തന്റെ ഭക്തനെ രക്ഷിച്ചു അല്ലെ. അപ്പൊ പ്രഹ്ലാദൻ എന്ത് പറഞ്ഞു? ഈ പില്ലറിലും ഉണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞപ്പോ അതേ പില്ലറിൽ നിന്നാണ്, അതേ തൂണിൽ നിന്നാണ് ഭഗവാൻ പുറത്തു വന്നത്. എന്തിന്? ഭക്തന്റെ വാക്കിന് വില കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്റെ ഭക്തൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കും എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ശരിക്കും ഹിരണ്യകശിപുവിനെ കൊല്ലുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഭക്തന്റെ ഇത് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ നമ്മൾക്ക് തോന്നും അപ്പൊ കംസനെ കൊല്ലാനായിട്ട് എന്താ സുദർശന ചക്രം ഒന്ന് വീശിയ പോരെ ഭഗവാനെ, എന്തുകൊണ്ടാണ് ഭഗവാൻ അത് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കാം അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ എന്തിനാ വരുന്നത്? ഭഗവാന്റെ ലീലകൾ കൊണ്ട് തന്റെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോഴും കംസനെ വധിച്ചതൊന്നല്ല ആലോചിക്കുക. ഭഗവാൻ കൃഷ്ണനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഉണ്ണികൃഷ്ണന്റെ ലീലകളാണ് നമ്മൾക്ക്. ഇപ്പൊ ദാമോദര മാസമാണ് അല്ലെ. അമ്മ ഉരല് കെട്ടിയത്, അതുപോലെ തന്നെ ആ മരങ്ങളുടെ ഇടയിൽ പോയി കഴിഞ്ഞപ്പോ നള കുബേരനും മണിഗ്രീവനും വന്നു കഴിഞ്ഞിട്ട് മോക്ഷം കിട്ടിയത്. ഇങ്ങനത്തെ കഥകളൊക്കെ നമ്മൾക്ക് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. എത്ര കേട്ടാലും നമ്മൾക്ക് മതിയാവില്ല അല്ലെ. അപ്പൊ അങ്ങനെ തന്റെ ലീലകൾ കൊണ്ട് ഇപ്പൊ തന്റെ അമ്മയെ യശോദാമ്മയെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിച്ചു നന്ദബാബ അല്ലെ. അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ ഉള്ളിൽ നിൽക്കുക. അപ്പൊ തന്റെ ഭക്തന്മാരെ തന്റെ മാധുര്യ ലീലകൾ കൊണ്ട് സന്തോഷിപ്പിക്കാനും കൂടിയാണ് ഭഗവാൻ അവതരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതാ കണ്ടോ, ഇതെന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിനെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ചൈതന്യ മഹാപ്രഭു എന്തായിട്ടാണ് വന്നത്? ഇപ്പൊ നോക്കൂ, 6 കൈയുള്ള ഇതായിട്ട് സാർവഭൗമ ഭട്ടാചാര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്തനുണ്ട്. അവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഭഗവാന്റെ ശ്രീരാമനായിട്ട് പല രൂപങ്ങളിലായിട്ട് ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. തന്റെ ഏറ്റവും എന്താ പറയാ, അത്രയും അടുത്ത തന്റെ ഭക്തന്മാർക്ക് മാത്രമാണ് ചൈതന്യ മഹാപ്രഭു തന്റെ രൂപം കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ മറ്റുള്ളവർക്കെല്ലാം വന്നിട്ട് ഒരു ശുദ്ധ ഭക്തനായിട്ടുള്ള ഒരാളായിട്ട് മാത്രമാണ് ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് കഴിഞ്ഞിരുന്നുള്ളൂ ആ സമയത്ത് കേട്ടോ. രഹസ്യ അവതാരം എന്നാണ് പറയുക ചൈതന്യ മഹാപ്രഭുവിനെ. ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മ നൈതിമാമേതി സോർജുന. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. അവർ ശാശ്വതമായ എന്റെ ലോകത്തിലെത്തുന്നു. അപ്പൊ എന്തിനാണ് ഭഗവാൻ അവതാരം എടുക്കണേ എന്നുള്ളത് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മം ക്ഷയിക്കുമ്പോൾ ഞാൻ വരും, ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് ഭക്തരെ രക്ഷിക്കാനായിട്ട് വരുന്നു എന്നുള്ളത് പറഞ്ഞു. ഇനി എന്താ അവിടെ പറയുന്നത്? അവർ എന്റെ ഇപ്പൊ ഞാൻ ജനിക്കുമ്പോ എന്റെ ആ പ്രവൃത്തികളൊക്കെ ഭഗവാന്റെ രൂപത്തില് കണ്ട് ഒരു മനുഷ്യന്റെ അല്ല. ഇവരും അതായത് കൃഷ്ണനെ അവന്റെ അവതാരം കാണുമ്പോൾ അത് കൃഷ്ണനല്ല, അതായത് ഒരു മനുഷ്യനായിട്ടുള്ള കൃഷ്ണനല്ല, അത് ഭഗവാൻ തന്നെയാണ് എന്നുള്ള ആ ഒരു അതീന്ദ്രിയ സ്വഭാവം ഗോവർദ്ധന പർവ്വതം ഉയർത്തിയത് ഭഗവാൻ കൃഷ്ണന്റെ ലീലയാണ് എന്നുള്ള ലെവലില് മനസ്സിലാക്കാൻ സാധിച്ച ആൾക്കാര് ഒരിക്കലും ഈ ലോകത്തിൽ വീണ്ടും ജനിക്കില്ല. അപ്പൊ ജനനത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിലുള്ള മാർഗം എന്താണ് ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം, ഭഗവാനെ കുറിച്ച് അറിയണം, ഭഗവാന്റെ ആ അതീന്ദ്രിയ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവർ ശാശ്വതമായ എന്റെ ലോകത്തെത്തുന്നു. അപ്പൊ ഭഗവാന്റെ ലോകം എവിടെയാണ്? ഇവിടെയല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതെവിടെയാണ്? ശാശ്വതമായിട്ടുള്ള ലോകമാണ്. അതാണ് വൈകുണ്ഠ ലോകങ്ങളും ഗോലോക വൃന്ദാവനവും എന്ന് പറയുന്നത്. ഇവിടെ ദാമോദര ലീലയാണ് കാണിക്കുന്നത് കേട്ടോ. ഭഗവാനെ കെട്ടിയിട്ടൊക്കെയാണ് അമ്മ. അപ്പൊ എന്താണ് ഈ കഥ
എല്ലാവർക്കും അറിയുന്നതാണ്. വേഗത്തിലൊരു ചുരുക്കം പറയാട്ടോ. അപ്പൊ എന്താണ്, കൃഷ്ണൻ വന്നു കഴിഞ്ഞിട്ട് ചെറിയ കുട്ടിയാണ്, മുല കുടിക്കുന്ന പ്രായത്തിൽ കുട്ടിയാണ്. അപ്പൊ കരഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വരികയാണ്, വിശക്കണു, പാല് തരണം എന്ന് പറഞ്ഞിട്ട്. അമ്മ വാത്സല്യത്തോടു കൂടെ. അപ്പൊ അമ്മ എന്താ ചെയ്യുന്നത്, ഇത് തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് ഉണ്ണിക്കണ്ണൻ വരുന്നത്. മടിയിൽ കയറിയിരിക്കും. അമ്മ സന്തോഷത്തോടു കൂടി ഇങ്ങനെ മുല കൊടുക്കും. അപ്പൊ മുടിയൊക്കെ ഇങ്ങനെ തടവി അങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്തെന്ന്, അപ്പൊ അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അയ്യോ പാല് പോകലോ എന്ന് പറഞ്ഞിട്ട് കുട്ടി ആ തിരക്കില് പിന്നെ ഒന്നും ആലോചിക്കുന്നില്ല. അങ്ങനെ മുല കുടിക്കുന്ന കുട്ടിയെ അങ്ങനെ തന്നെ പിടിച്ച് താഴെ കിടത്തി കഴിഞ്ഞിട്ട് ഓടുകയാണ് ഓഫ് ചെയ്യാൻ, അല്ലെങ്കിൽ അടുപ്പിൽ മുഴുവൻ പാല് പോകലോ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പൊ അവിടെ ചെല്ലും. അപ്പൊ ഓടുമ്പോ അപ്പൊ അതിനും ഒരു ഉദാഹരണം പറയും കേട്ടോ, ഈ പാല് എന്തുകൊണ്ടാണ് തിളച്ചു പോണേ എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും എന്താ ആഗ്രഹം, ഭഗവാന് വേണ്ടിയുള്ള സേവ ചെയ്യണം, സേവ ചെയ്യണം. അപ്പൊ അവിടെ ആ വൃന്ദാവനത്തിലുള്ള എല്ലാ ആൾക്കാരും എങ്ങനെയുള്ള ആൾക്കാരാണ്, ഭഗവാന്റെ ഭക്തരാണ് അല്ലെ. അപ്പൊ എല്ലാം ഭഗവാന്റെ സേവ, അറിയാതെ തന്നെ ആ കുട്ടിയെ കാണുമ്പോൾ എന്താ തോന്നുന്നത്, ആ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ആ അടുപ്പിലിരിക്കുന്ന പാൽ എന്താ വിചാരിക്കണത്, കണ്ടു പറയും, ഞാൻ ഇവിടെ ഇരുന്ന് എന്നെ തളയ്ക്കാൻ വെച്ച് പോയിക്കാണ് ആ അമ്മ. എന്നിട്ട് എന്താ ഈ ഞാൻ എന്തിനുള്ളതാണ്, ആ ഭഗവാന്റെ ഭക്ഷണമാവാനുള്ളതല്ലേ. പക്ഷെ എന്നെ കൊടുക്കാണ്ട് അമ്മയുടെ മുലയാണ് കൊടുക്കുന്നത് അല്ലെ, അമ്മ ഫീഡ് ചെയ്യാണ് ചെയ്യുന്നത് ആ കുട്ടിയെ. അപ്പൊ സങ്കടമായി. അപ്പൊ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, കാരണം കുട്ടിയുടെ വിശപ്പ് മാറി. ഇനി എന്നെ ആരും കുടിക്കില്ല, എന്നെ ഭഗവാൻ എന്തായാലും കുടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാത്രേ. അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ആ ഒരു ഉപമയായിട്ട് പറയും അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, അപ്പൊ കുട്ടിക്ക് ദേഷ്യായില്ലോ, അപ്പൊ കണ്ണനല്ലേ. അപ്പൊ കണ്ണൻ പറയും, അത് കപട നാട്യങ്ങളാണെന്നുണ്ടെങ്കിലും അപ്പൊ ദേഷ്യം വന്നു, എന്ത് ചെയ്തു, വേഗം തന്നെ കലം എന്താ ചെയ്യുന്നത്, ഉടയ്ക്കുകയാണ്. ഉടച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ വെണ്ണ അതിനുള്ളിൽ നിന്ന് വെണ്ണയൊക്കെ കയ്യിലൊക്കെ എടുത്ത് ഓടിപ്പോയി എന്ത് ചെയ്യുന്നു, ആ മറിഞ്ഞു കിടക്കുന്ന ഉരലിന്റെ മേലെ പോയിരുന്ന് അവിടുത്തെ എന്താ ആർക്കൊക്കെ കൊടുക്കണത്, പൂച്ചയ്ക്ക്, പിന്നെ എന്താണ് അവിടെയുള്ള കുരങ്ങന്മാർക്കൊക്കെയാണ് വിധിച്ചു കൊടുക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് അമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് തോന്നും എന്തോ പന്തിയെല്ലാം തോന്നി, പാൽ ഓഫ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും എന്താണ് ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ് തൈരൊക്കെ ഇങ്ങനെ താഴെ പരന്ന് കിടക്കുന്നുണ്ട്, കുടം ഉടഞ്ഞു കിടക്കുന്നുണ്ട്. അതിന് വന്ന് നോക്കി കഴിഞ്ഞാൽ ഒരലുമ്പ് കയറിയിരുന്ന് കാലാട്ടിയിരുന്ന് സുഖമായിട്ടിരുന്ന് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, കാക്കയ്ക്കും പൂച്ചയ്ക്കും എല്ലാത്തിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് കണ്ടാൽ സഹിച്ചില്ല വേഗം തന്നെ. അതുപോലെ അമ്മയുടെ ഉള്ളിൽ ഈ അമ്മമാർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നുണ്ടെങ്കിൽ എന്ത് കുറെ കാര്യങ്ങൾ, ചില തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ പനിഷ്മെന്റ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ചിലപ്പോ എന്ന് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് വല്ലാണ്ട് വരുമ്പോ ഉണ്ടല്ലോ, കുറെ നാളത്തെ ദേഷ്യം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തീർക്കും. അപ്പൊ പിന്നെ അടിക്കുക എന്ന് പറഞ്ഞാൽ അടിയോട് അടിയായിരിക്കും. അങ്ങനെയാണല്ലോ, നമ്മളൊക്കെ അമ്മമാരാണല്ലോ, നമ്മൾക്കൊക്കെ അറിയാലോ, നമ്മളൊക്കെ നമ്മുടെ മക്കളെ ചെയ്യാറുള്ളതല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഉരല് കെട്ടിയിടണമെന്നും പറഞ്ഞിട്ട് ഇന്ന് എന്തായാലും പണിഷ് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. എന്നാൽ മുഖത്ത് നോക്കുമ്പോഴോ അമ്മയ്ക്ക് തോന്നുന്നു, അയ്യോ എങ്ങനെയാണ് കണ്ണന് കെട്ടണത്, സങ്കടവും വരുന്നുണ്ട് അല്ല. എന്നിട്ട് അപ്പോൾ തന്നെ ഉള്ളിൽ വിചാരിക്കും, അല്ല എന്ന് എന്തായാലും പണിഷ് ചെയ്തില്ല, ഒരു സെന്റിമെന്റ്സും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കെട്ടാൻ നോക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, അടുത്തുള്ള ഒരു കയറെടുത്ത് കെട്ടും. ദാമം എന്ന് പറഞ്ഞ കയറാണ് കേട്ടോ, അതുകൊണ്ടാണ് ദാമോദരൻ എന്ന് പറയുന്നത്. ഉദരത്തിൽ കയറ് കെട്ടിയത് എന്നുള്ള അർത്ഥത്തിലാണ് ദാമോദരൻ എന്നുള്ള പേര്. എന്നിട്ട് വേഗം വന്നു കഴിഞ്ഞിട്ട് കെട്ടാൻ നോക്കുകയാണ്. പക്ഷെ കെട്ടാൻ നോക്കുമ്പോൾ എന്താണ്, 2 വിരൽ നീളം കുറവാണ്. വീണ്ടും ഒരു കയറ് കൊണ്ടുവന്ന് കെട്ടി, ഈ കയറുമ്മ കെട്ടി കൂട്ടിക്കെട്ടി വീണ്ടും ചുറ്റി, അപ്പോഴും 2 വിരൽ കുറവാണ്. അവിടെയുള്ള കയറും ഓടി ഓടി കയറും എല്ലാം എടുത്തുകൊണ്ടുവന്ന് കെട്ടി അമ്മയ്ക്ക് മതിയായി. അവസാനം അമ്മയ്ക്ക് വയ്യാണ്ടായി എന്നുള്ളത് മനസ്സിലായി കഴിയുമ്പോൾ വേഗം പിടി കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ കംസനെ വധിച്ചവനാണ് അല്ലെ, പൂതനയെ വധിച്ചവനാണ്, ഗോവർദ്ധന പർവ്വതം ഉയർത്തിയവനാണ്. അങ്ങനെയുള്ള കൃഷ്ണൻ ഒരമ്മയ്ക്ക് പിടികൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര ഇതുള്ള കാര്യമാണോ? ആ അമ്മ എത്ര ഭാഗ്യം ചെയ്തതാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പിടികൊടുത്തു അത്. അപ്പൊ ആ 2 വിരലിന്റെ എന്താ പറയണെന്നുണ്ടെങ്കിൽ, ഒന്ന് നമ്മളുടെ എഫേർട്ടാണ് ഭഗവാന്റെ അടുത്തെത്താനുള്ളത്, മറ്റേത് വന്നു കഴിഞ്ഞിട്ട് ഭഗവാന്റെ കാരുണ്യാണ്. നമ്മളുടെ ആ എഫേർട്ട് പൂർണ്ണമായി എന്നുള്ളത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ കാരുണ്യം നമ്മൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ 10 സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി മുഴുവൻ പറയാനുള്ള സമയമില്ല കേട്ടോ. അപ്പൊ ഇതാണ് ദാമോദര ലീലയുടെ അതുകൊണ്ടാണ് ദാമോദരൻ എന്നുള്ളത് വരുന്നത്. ആ ലീലകൾ നടന്ന മാസമാണ് ഇപ്പോ. അതുകൊണ്ട് ഈ മാസത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾക്ക് 10 മടങ്ങ് എന്താ പറയാ, അതിന്റെ അനുഗ്രഹം കിട്ടും. ഒരു നാമം ചൊല്ലിയ 1000 നാമം ചൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ലീലകളാണ് ഇവിടെ കാണിക്കുന്നത്, കണ്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് എന്താ ഇവിടെ ഇതും കൂടി പറയുന്നുണ്ട് ഇവിടെ സ്റ്റോറിയില്. എന്നിട്ട് എന്ത് ചെയ്യും, കൃഷ്ണൻ എന്താ ചെയ്യുന്നത്, മുമ്പിലേക്ക് പോയി. അപ്പൊ ഈ ഉരലും വലിച്ചോണ്ട്, എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ അടുക്കളയിൽ പോയ തക്കത്തില് ഈ ഉരലും വലിച്ച് നടക്കുകയാണ്. അത്രയും അതും ഭഗവാൻ ആയതുകൊണ്ടാണല്ലേ, അല്ലെങ്കിൽ ഇത്രയും പേരുള്ള ഉരലും വലിച്ച് നടക്കാൻ പറ്റൂ. അപ്പൊ അത് കഴിയുമ്പോ അവിടെയുള്ള 2 അർജുന വൃക്ഷങ്ങളാണ് അതിന്റെ ഉള്ളിൽ പോയി വലിക്കുകയാണ്. പക്ഷെ ഉരല് അതിന്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല, അത്രയും ഗ്യാപ്പ് ഇല്ല.
അപ്പൊ അത് കാരണം കൊണ്ട് ആ രണ്ട് മരങ്ങളും കടപുഴങ്ങി വീണിട്ട് നളകുബേരനും മണിഗ്രീവനായിട്ട് വരികയാണ്. ഇത് കുബേരന്റെ മക്കളാണ്. ഒരുപാട് പ്രൗഡാണ് അവര്. അച്ഛന് അത്രയും സ്വത്താണല്ലോ. അത് കാരണം കൊണ്ട് അതുമല്ല, അവർക്ക് വന്ന് കുടിക്കണം, അതുപോലെ സ്ത്രീകളുമായിട്ട് രമിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഒരു അതില് ഒരു പൊയ്കയില് അവര് വേറെ സ്ത്രീകളുമായിട്ട് നഗ്നരായിട്ട് വിളയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്താണ് നാരദമുനി അവിടേക്ക് വരുമ്പോഴാണ് ഇവരെ കാണുന്നത്. അപ്പൊ ഇവരെ കാണുമ്പോ എന്ത് ചെയ്യും, സ്ത്രീകൾ വേഗം എന്ത് ചെയ്യും, ഡ്രസ്സൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് നമസ്കരിക്കും. അദ്ദേഹത്തിന് ഋഷിയാണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് പക്ഷെ ഇവര് മൈൻഡേ ചെയ്യില്ല. അവർക്ക് അത്രയും പോലും നാണല്ലാണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാരദമുനി ശപിക്കുകയാണ്. എന്തെന്ന് പറഞ്ഞു, നഗ്നതയ്ക്ക് ഒരു നഗ്നനായിട്ട് നിന്നിട്ട് പോലും അത് മറയ്ക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. അപ്പൊ അതേ രീതിയിലുള്ള ഒരു ജന്മം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങളൊരു മരമായിട്ട് ജനിക്കട്ടെ. മരത്തിന്റെ പ്രത്യേകത എന്താണ്? മരത്തിന് ജനിച്ച മാതിരി തന്നെയാണ് മരം ഉള്ളത് അല്ലെ? അത് വലുതാവുന്ന മാത്രമേ ഉള്ളൂ. അതിന് എന്തെങ്കിലും വസ്ത്രങ്ങൾ ധരിക്കാൻ എന്തെങ്കിലും സാധിക്കുമോ? അപ്പൊ ഏറ്റവും കൂടുതൽ കാമ ആർത്തിയുള്ള ആൾക്കാരാണ് മരങ്ങളായിട്ട് ജനിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ മോക്ഷം കിട്ടുന്നു. അപ്പൊ ഈ കഥയാണ് ഇവിടെ പറയുന്നതാണ് ദാമോദര ലീല എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഈ സമയത്ത് നമ്മൾ എപ്പോഴും ഒരു നെയ്വിളക്ക് ഭഗവാന് കാണിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എന്ന് പറയും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ കാർത്തിക മാസത്തിലാണ് ഒരു എലി വന്നു കഴിഞ്ഞിട്ട് നെയ്യിന്റെ ആ സ്മെല്ല് കണ്ടു കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഒരു നെയ്വിളക്ക് കത്തുണ്ടാവും ഭഗവാന്റെ മുമ്പിൽ. അത് പോയിട്ട് അതിനുള്ള നെയ്യ് നക്കാൻ നോക്കുകയാണ് ഇത് വന്നിട്ട്, എലി വന്നിട്ട്. അപ്പൊ എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന അതിലെ തിരി ഉണ്ടല്ലോ, ആ തിരി കത്തുന്ന തിരി വന്നു കഴിഞ്ഞിട്ട് ഈ മൂക്കിൽ വന്നു കഴിഞ്ഞിട്ട് ഒട്ടുകയാണ്. നെയ്യോട് കൂടിയിട്ടല്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ കത്തിപ്പിടിക്കും. അതിന്റെ ആ ഇതിന്റെ ഇതായിട്ടല്ലേ, കൂർത്തട്ടല്ലേ ഉണ്ടാവുക അവിടെ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ തിരി കുടഞ്ഞു കളയുകയാണ്. തല ഇങ്ങനെ ആട്ടി ആട്ടി ആട്ടി. അപ്പൊ അത് എന്നിട്ട് എന്ത്, പക്ഷെ ഒന്നും നടക്കില്ല. തീ കത്തിപ്പിടിച്ച് അത് ചത്തുപോകും ആ എലി. അപ്പൊ പക്ഷേ ഭഗവാൻ അതിനെ എന്തായിട്ടാണ് കാണുന്നത്? മരണപരാക്രമം കൊണ്ടാണ് ആ എലി അങ്ങനെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഭഗവാൻ അതിനെ ആരതിയായിട്ട് എടുത്തുകൊണ്ട് മോക്ഷം കൊടുക്കുകയാണ്. അപ്പൊ ഈ ദാമോദര മാസത്തില് ഭഗവാന് മുമ്പില് നെയ് വിളക്ക് വെച്ചിട്ട് ആരതി കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ ബഡ്സ് മാതിരി പഞ്ഞിയില് മുക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ. ഏതെങ്കിലും ഒരു സ്റ്റിക്കില്, തുളസിയുടെ സ്റ്റിക്കിലാണ് സാധാരണ പറയുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മോക്ഷം കിട്ടും എന്നാണ് പറയുന്നത്. ആ എലിക്ക് മോക്ഷം കിട്ടിയ മാതിരി ചെയ്യുന്ന ഓരോരുത്തർക്കും മോക്ഷം കിട്ടും, ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ദാമോദര മാസത്തിന്റെ പ്രത്യേകത. അപ്പൊ ഓരോരുത്തരും ചെയ്യാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. നിബീത രാഗഭയ ക്രോധാക മന്മയാമാബുഭാശ്രിതാക ഭഗവോ ജ്ഞാന തപസ പൂതാമദ്ഭാവമാഗതാക. രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പൂകിയ അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? അപ്പൊ എന്ത് വേണം ഭഗവാന്റെ അടുത്ത് എത്താനായിട്ട്? രാഗം ഉണ്ടാവാൻ പാടില്ല. രാഗം എന്ന് പറയുന്നത് എന്താണ്? ഒരുപാടുള്ള ആഗ്രഹം. അതായത് നമ്മൾക്ക് അളവിനും മേലെയുള്ള ആഗ്രഹത്തിനാണ് രാഗം എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരം നിലനിർത്താനായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് വേണം അല്ലേ? അത് നമ്മൾക്ക് എന്തെങ്കിലും വേണ്ടതാണ്. ഭക്ഷണം വേണം, വസ്ത്രം വേണം, നമ്മൾക്ക് ഒരു വീട് വേണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് 10 നില മാളിക വേണം, അത്രയും വലിയ കാർ വേണം. ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അളവിന് മേലെയുള്ള ആഗ്രഹങ്ങളാണ്. അങ്ങനത്തെ ആഗ്രഹങ്ങളെയാണ് രാഗം എന്ന് പറയുന്നത്. അപ്പൊ ആ രാഗം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ, അത്രയും സ്വത്ത് നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു ഭയം വരും അല്ലെ? അപ്പൊ ആ ഭയം വരുന്നു. പിന്നെന്താണ്? ആ ഏതെങ്കിലും നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാലോ അതിന് ദേഷ്യം വരുന്നു അല്ലേ? അപ്പൊ ഈ രാഗം, ഭയം, ക്രോധം ഇതിൽ നിന്നൊക്കെ മോചിതരായിട്ടുള്ള ആൾക്കാര് ആണ് ഭഗവാന്റെ അടുത്തേക്ക് എത്തുള്ളൂ. ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് അവർക്കാണ് സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് ഭഗവാന്റെ പ്രേമത്തില് മുഴുകി ശുദ്ധീകൃതരാവും, ശുദ്ധ ഭക്തന്മാരായിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശിശുപാലനെയാണ് കാണിക്കുന്നത് കേട്ടോ. ശിശുപാലനും എന്താണ്, ഒരുപാട് ഭഗവാനെ പുച്ഛിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ 100 തവണ ഭഗവാനെ പുച്ഛിക്കുന്നത് വരയ്ക്കും കൊല്ലില്ല എന്നുള്ളത് ശിശുപാലന്റെ അമ്മയ്ക്ക് പ്രോമിസ് കൊടുത്തിട്ടുണ്ടാവും. ഇതെന്ന് പറയുന്നത് ആ യുധിഷ്ഠിരന്റെ ആ യാഗം നടക്കുന്ന സമയത്ത് ഭഗവാനെ അഗ്രപൂജയ്ക്ക് ഇരുത്തും. അത് ഇഷ്ടപ്പെടില്ല. ശിശുപാലന് ഭയങ്കര വെറുപ്പാണ്. കാരണം എന്താണ്? രുക്മിണിയെ കല്യാണം കഴിക്കാനിരുന്നാണ് ശിശുപാലൻ അല്ലെ? അപ്പൊ അത് സാധിച്ചില്ല. അത് തമ്മിലുള്ള ദേഷ്യമാണ് ശിശുപാലന്. അപ്പൊ അങ്ങനെ അവസാനം അങ്ങനെ അസഭ്യങ്ങൾ പറഞ്ഞ് 100 തവണത്തെക്കാളും കൂടുതലാവുമ്പോൾ സുദർശന ചക്രം ഉപയോഗിച്ചിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കൊല്ലാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു പിക്ചറാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുക. യേയദാമാം പ്രപത്യന്തേ താം സദൈവ ഭജാമ്യഹം മമ വർത്തന്തേ മനുഷ്യാപാർത്ഥ സർവശഃ. എന്നിൽ ശരണം പ്രാപിക്കുന്നതിനനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാവിധത്തിലും എന്റെ മാർഗത്തെ പിന്തുടരുന്നു. അപ്പൊ എന്താ പറയുന്നത്? ഭഗവാനെ എങ്ങനെയാണോ ശരണം പ്രാപിക്കുന്നത്? ഇപ്പൊ നോക്കൂ, ശിശുപാലൻ പുച്ഛിച്ചാണ് പോയത് അല്ലെ? ഭഗവാനെ എപ്പോഴും വെറുത്തുകൊണ്ട് എപ്പോഴും ഭഗവാനെ ആ കുറിച്ച് ആലോചിക്കും ശിശുപാലൻ, തെറ്റായ രീതിയിലാണെങ്കിലും. രാവണനാണെങ്കിലും അങ്ങനെയാണ്, ഭയത്തോട് കൂടിയിട്ട് എപ്പോഴും ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നു. അപ്പൊ ഏത് രീതിയിലാണ്? ഇപ്പൊ യശോദാമ എങ്ങനെയായിരുന്നു? ഒരു മകന്റെ വാത്സല്യാണ് അല്ലെ?
ആഗ്രഹിച്ചത്. അപ്പോ ഒരു അമ്മയുടെ സ്ഥാനത്ത് അവരെ വരുത്തി ഭഗവാൻ അല്ലെ. പൂതനയ്ക്കും അതെ, പൂതനയ്ക്കും എന്താണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മുല കൊടുക്കാനുള്ള ഒരു അവസരം ഭഗവാൻ കൊടുത്തു, ഒരു അമ്മയുടെ സ്ഥാനം കൊടുത്തു അല്ലെ. അപ്പൊ അതുപോലെ ഓരോരുത്തരും ഗോപികമാർക്കോ തന്റെ പ്രിയതമന്റെ രൂപത്തിലാണ് ഭഗവാൻ അനുഗ്രഹം കൊടുത്തത്. അപ്പൊ ഏത് രീതിയിലാണ് ഭഗവാനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ ഭഗവാൻ നമ്മൾക്ക് അനുഗ്രഹം തരും എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവിധത്തിലും എല്ലാവരും എന്താണ് ഒരു ശുദ്ധഭക്തരായിട്ടുള്ള ആൾക്കാരൊക്കെ ഭഗവാന്റെ മാർഗത്തെ പിന്തുടരുന്നു എന്നുള്ളതാണ് ഇവിടെ പൂന്താനത്തിനെയാണ് കാണിക്കുന്നത്. പൂന്താനത്തിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം അല്ലെ. ഇനി ഒരു സന്ദർഭത്തിൽ നമ്മൾക്ക് പറയാം കേട്ടോ, അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. ചാതുർവർണ്ണ്യമ്മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരം അഭിമാം വിദ്യകർത്താരം അവ്യയം. പ്രകൃതി സഹജങ്ങളായ 3 ഗുണങ്ങളെയും തദനുസൃതങ്ങളായ കർമ്മങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ 4 വർണ്ണങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ഈ വിഭാഗങ്ങളെ സൃഷ്ടിച്ചു എന്നിരിക്കലും അവ്യയനായ ഞാനല്ല അതിന്റെ കർത്താവ് എന്നറിയുക. അപ്പൊ ഇതിൽ 4 തരത്തിലുള്ള വർണ്ണങ്ങളെയാണ് പറയുന്നത്. അപ്പൊ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്? വർണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുള്ളതാണ്. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഗുണങ്ങളെ, അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാ പറയുന്നത് ഇവിടെ? ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ഇതിൽ എന്താ പറയുന്നത്? ഏത് ജാതിയിലാണ് ജനിച്ചാൽ ആ ജാതി അവര് വലിയ ആൾക്കാരാണ് എന്നുള്ള ഒരു ഭാവമാണ് വരുന്നത് അല്ലെ. അത് തീർച്ചയായും തെറ്റാണ്. ഭഗവാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഗുണങ്ങൾ കാണിക്കുന്നു ആ ഗുണത്തിനനുസരിച്ചാണ് നമ്മളുടെ ജാതി എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഹ്മണ ഗുണങ്ങൾ കാണിക്കുന്ന ഒരാള് ബ്രാഹ്മണനാണ്. അതാണ് അവർ വേദജ്ഞാനമുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അവരെ കർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ. ക്ഷത്രിയരെയോ എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ സോൾജിയറൊക്കെ ക്ഷത്രിയന്മാരാണ്, ഏത് കുലത്തിൽ ജനിച്ചാൽ. അതുപോലെ തന്നെ അടുത്തത് എന്താണ് പറയുന്നത്? വൈശ്യർ എന്ന് പറയുന്ന വ്യാപാരം ചെയ്യുന്ന ആൾക്കാരൊക്കെ വൈശ്യരാണ്. ഇവരെയൊക്കെ സഹായിക്കുന്ന ആൾക്കാരാണ് ശൂദ്രന്മാർ എന്ന് പറയുന്നത് 3 ഇതിലും. പക്ഷെ നമ്മളിൽ കലിയുഗത്തിൽ നോക്കി കഴിഞ്ഞാൽ മുക്കാഭാഗം ആൾക്കാരും ശൂദ്രരാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നത്, ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന മാതിരിയാണ് നമ്മളൊക്കെ ഉണ്ടാവുക അല്ലെ, അധികം ആൾക്കാരും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്താണ്? ശൂദ്ര ഇതിലാണ് പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് 4 വർണ്ണങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതില് ബ്രാഹ്മണർ എന്ന് പറയുന്നത് സത്വഗുണത്തിലുള്ള ആൾക്കാരാണ്. ഇനി ക്ഷത്രിയർ എന്ന് പറയുന്നത് എന്താണ്? സത്വഗുണവും രജോ ഗുണം ചേർന്നതാണ്, രജോ ഗുണത്തിലുള്ളതാണ്. വൈശ്യർ എന്ന് പറയുന്നത് രജോ ഗുണം തമോ ഗുണം ചേർന്നിട്ടുള്ളതാണ്. ശൂദ്രർ എന്ന് പറയുന്നത് തമോ ഗുണത്തിലാണ്. ഇങ്ങനെ 4 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഈ എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഇങ്ങനെ വർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ 4 വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പൊ ഇനി എന്താ പറയുന്നത്? അപ്പൊ ഈ വർണ്ണങ്ങൾ ഇതൊക്കെ ഞാനാണ് സൃഷ്ടിച്ചത്. ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഗുണങ്ങൾക്കെല്ലാം മേലെയാണ് ഞാൻ, അതിന് അതീതനാണ്. അപ്പൊ ഭഗവാന് ഏത് ഗുണങ്ങളും ഇല്ല. ഭഗവാൻ സത്വഗുണവും ഇല്ല, രജോ ഗുണവും ഇല്ല, തമോ ഗുണവും ഇല്ല, അതിന് മേലെയാണ്. ഭഗവാൻ സൃഷ്ടിച്ചതാണ് ആ 3 ഗുണങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിൽ ഓരോരുത്തരും ഇതിലേതെങ്കിലും ഒരു ഗുണത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമാം കർമാണി ലിംബന്തി നമേ കർമ്മ ഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മബിർ ന സബദ്ധ്യതേ. കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല, എനിക്ക് കർമ്മഫലേച്ഛയുമില്ല. എന്നെ കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. അപ്പൊ ഭഗവാൻ ഏത് കർമ്മങ്ങളും ഇല്ല. ഭഗവാന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാം അല്ലെ. നമ്മളാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ഭഗവാന് പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പൊ ഭഗവാന് ഏതെങ്കിലും കർമ്മങ്ങളുടെ ആഗ്രഹം ഉണ്ടോ? അതുമില്ല. ഭഗവാന് ആഗ്രഹങ്ങളും ഇല്ല. അതാണ് പറയുന്നത്, ഭഗവാനെ സംബന്ധിച്ച് ദ്വന്ദ്ങ്ങളില്ല, ഒരേ അവസ്ഥയാണ്. സുഖം ദുഃഖം അങ്ങനെയില്ല, ചൂട് തണുപ്പ് അങ്ങനെയില്ല, അങ്ങനെ ഒന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മളെ കർമ്മഫലങ്ങൾ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കർമ്മഫലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലോ നല്ല ഗുണം ഉണ്ടാവും, അല്ലെങ്കിൽ ചീത്ത ഗുണം ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരാളെ ഉപദ്രവിക്കുന്നതാണെങ്കിൽ അതിനൊരു ചീത്ത ഫലം നമ്മൾക്ക് ലഭിക്കുന്നു. അത് മറ്റുള്ളവർക്ക് ഗുണമുള്ളതാണെങ്കിൽ ഒരു നല്ല ഗുണം നമ്മൾക്ക് ലഭിക്കുന്നു. അപ്പൊ അങ്ങനത്തെ കർമ്മഫലങ്ങൾ ഉണ്ടാവില്ല. ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുകയാണെങ്കിൽ, എല്ലാം ഭഗവാൻ ത്രൂ ആണ് നടക്കുന്നത്, നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾക്ക് പാപങ്ങളും ഇല്ല, പുണ്യങ്ങളും ഇല്ല. ഏതും നമ്മളല്ല ചെയ്യുന്നത്, ഭഗവാനാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഭീഷ്മ പിതാമഹന്റെ ഇതാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഭഗവാൻ എന്താണ് ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭീഷ്മന്റെ ശപഥം പാലിക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മർ എന്താ പറയുന്നത്? ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നുള്ളൊരു ശപഥം ഭീഷ്മർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തീവ്രമായി യുദ്ധം ചെയ്ത് അർജുനൻ മരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് ആ തേരിന്റെ ചക്രം ഊരിക്കൊണ്ട് ഭഗവാൻ ഭീഷ്മരെ നേരെ വരുന്നതാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. പക്ഷെ എന്താണ്? ഭഗവാൻ ഭക്തന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ് കേട്ടോ. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനക. ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക,
ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. അപ്പൊ ഇനി ഇവിടെ എന്താ ഭഗവാൻ പറയണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഭഗവാനെ കുറിച്ച് പറഞ്ഞു അല്ലേ, ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നിട്ടുള്ളത്, അതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് അറിയാം? നമ്മൾക്ക് അതിനുള്ള യോഗ്യതകളില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലുള്ളത്. നമ്മൾ ഭഗവാനെ മറന്ന് നമ്മളാണ് വലിയ ആളെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത് അല്ലെ. പിന്നെ എന്താണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഭഗവാനെ അറിയാനായിട്ട് സാധിക്കില്ല. ഭഗവാൻ അതീന്ദ്രിയനാണ്. കാരണം എന്താണ്, എല്ലാത്തിനും നമ്മൾക്ക് 4 ഡിഫക്ട്സ് ഉണ്ട് ഈ കലിയുഗത്തിലുള്ള ആൾക്കാർക്ക്. എന്താണ്, നമ്മുടെ കണ്ണുകൾ പെർഫെക്റ്റ് അല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഒന്നും പെർഫെക്റ്റ് അല്ല. അതുപോലെ തന്നെ തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ട്, മറ്റുള്ളവരെ ചതിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. പിന്നെ നമ്മളെല്ലാം സത്യമാണെന്ന് വിചാരിക്കുന്നത് സത്യമാവണമെന്നില്ല. ഇല്യൂഷനിലാണ് നമ്മളൊക്കെ ഉണ്ടാവുക. അത് പൂർണ്ണമായി സത്യമായിരിക്കില്ല. ഇപ്പൊ നമ്മൾ കുറെ ദൂരത്തുള്ള ഒരു വസ്തു കാണുമ്പോൾ ഒരു മരത്തിന്റെ രൂപം മാറി നമ്മൾക്ക് തോന്നുന്ന ഒരു വസ്തു ചിലപ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ അത് മരമാവണമെന്നില്ല, വേറെ എന്തെങ്കിലും വസ്തു, വേറെ എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പൊ കുറെ ദൂരത്തിൽ നമ്മൾക്ക് തോന്നുകയാണ് ഒരു കയറ് കിടക്കുന്നുണ്ട് തോന്നുകയാണ്. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതൊരു പാമ്പാവാം. അതിന്റെ ഒരു ഷേപ്പ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളൊന്നും പൂർണ്ണമല്ല. അപ്പൊ എന്ത് വേണം, ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ടും അറിയുന്ന ഒരാളെ സമീപിച്ചിട്ട് വേണം നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ. അതിന് എന്ത് വേണം, ഒരു ഗുരു ഉണ്ടാവണം, ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിക്കണം. ഇതാണ് 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം കേട്ടോ. ഒരു ഗുരുവിനെ കൂടെ അല്ലാണ്ട് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കില്ല. കാരണം ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ടും അറിഞ്ഞ ആളാണ് ഗുരു എന്ന് പറയുന്നത്. അതാണ് പരമ്പരയായിട്ട് വന്നു എന്ന് പറയുന്നത്. ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. ആ ബ്രഹ്മാവിന്റെ ശിഷ്യനായിട്ട് നാരദൻ വന്നു. അപ്പൊ നാരദന്റെ ഗുരു ആരാണ്? ബ്രഹ്മാവാണ്. അപ്പൊ ബ്രഹ്മാവിൽ നിന്ന് പൂർണ്ണമായിട്ട് വിവരങ്ങൾ നാരദർ അറിഞ്ഞു അല്ലെ. നാരദരിൽ നിന്ന് ആര് വന്നു? വ്യാസർ അറിഞ്ഞു. വ്യാസർ നമ്മൾക്ക് ഭാഗവതമായിട്ട് നമ്മൾക്ക് എഴുതി തന്നു അല്ലെ. അപ്പൊ ഒരു ആധ്യാത്മിക, അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട്? ഒരു ആധ്യാത്മിക. അതുകൊണ്ടാണ് ഭഗവാൻ അവതാരം എടുത്തു കഴിഞ്ഞപ്പോൾ സാന്ദീപനി മഹർഷിയുടെ ശിഷ്യനായിട്ട് മാറിയത്. നമ്മൾക്ക് കാണിച്ചു തരികയാണ്, ഒരു ഗുരുവിൽ ത്രൂ മാത്രമാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ, നമ്മൾക്ക് നല്ല ചിന്തകൾ വരാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത്. അദ്ദേഹത്തെ സേവിക്കുക, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക. അതെങ്ങനെ ഉണ്ടാവണം? നമ്മൾ അയ്യോ എന്റെ ഈ ഗുരുവിന് വല്ലതും അറിയുമോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾക്ക് അറിയില്ല, നമ്മൾക്ക് അറിയാത്തത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ആ ഗുരുവിനെ പൂർണ്ണമായും വിശ്വസിക്കണം. വിശ്വാസമാണ് ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ച് വേണം ഭഗവത്ഗീത പഠിക്കാനായിട്ട്. പൂർണ്ണമായും ഗുരുവിനെ വിശ്വസിക്കണം, ഗുരു പറയുന്നത് അനുസരിക്കണം. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ, അതാണ് ഭഗവാനെ കുറിച്ച് പൂർണ്ണമായും അറിഞ്ഞ ആളാണ് ഗുരു അല്ലെ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. എങ്ങനെ പോയാലാണ്, ഇപ്പൊ എന്റെ വീട്ടിലേക്കുള്ള ഒരു വഴി എനിക്കാണ് അറിയാം. അപ്പൊ എന്റെ ഏറ്റവും അടുത്തറിയുന്ന ഒരാൾക്ക് ഞാൻ അറിയാം എന്ന് എന്റെ വീട്ടിലേക്ക് എങ്ങനെയാണ് വഴിയെന്ന്. അപ്പൊ അയാളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാനുള്ള വഴി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും അല്ലെ. അതാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി അറിയുന്ന ഒരാളുടെ അടുത്താണ് നമ്മൾ വഴി ചോദിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, റൈറ്റിലേക്ക് പോകണതിന് പോലെ ലെഫ്റ്റിലേക്ക് പോകാൻ പറയും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാനെ കുറിച്ച് പൂർണ്ണമായും അറിഞ്ഞ ഒരാളിൽ നിന്ന് നമ്മൾ ഭഗവാനെ കുറിച്ച് ശ്രവിക്കണം. അപ്പൊ അതാണ് തദ്വിദ്ധി പ്രണിപാതേന. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഒരു ഗുരു മുഖാന്തരം. ഇപ്പൊ നമ്മുടെ ഗുരു എന്ന് പറയുന്നത് പ്രഭുപാദയാണ്. പ്രഭുപാദ തന്റെ ഭാവാർത്ഥത്തിൽ കൂടി ഭഗവാനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഭഗവാനിലേക്ക് എത്താൻ എന്നുള്ളത്. അജ്ഞശ്ച ശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ട്യാ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വരാവബോധം ലഭിക്കുന്നില്ല. അവർ അധപ്പതിക്കുന്നു. സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭ്യമല്ല. എന്നാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇത് ശരിയാണോ? ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ ഒരു കാര്യം നമ്മൾ പറയാം എക്സാമ്പിൾ ആയിട്ട്. ഇപ്പൊ നമ്മൾ പറയണം എല്ലാവരും മരിക്കുന്നു, നമ്മൾക്കറിയാം എല്ലാവരും മരിക്കുന്നു അല്ലെ. എല്ലാവരും ജനിക്കുന്നു, ജനിച്ച ആൾക്കാരൊക്കെ മരിക്കും. ഇതൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുകയാണ്. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാ അറിയുന്നത് മരിക്കുന്നത്? നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന് മുമ്പത്തെ ആൾക്കാർക്ക് മരിച്ചതാണോ, എവിടേക്ക് പോയി നമ്മൾക്ക് അറിയോ? നമ്മുടെ പൂർവികന്മാര്. അപ്പൊ നമ്മളുടെ അമ്മമാരോ അച്ഛന്മാരോ പറയുന്നു എന്റെ അമ്മയും അച്ഛനും മരിച്ചതാണ്, ആ സമയത്ത് ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇത് ശ്രുതിയിലാണ് നമ്മൾ അറിയുന്നത്. ഇനി അവര് അച്ഛനും അമ്മയോ? അപ്പൊ അവര് പറയുന്നു, അപ്പൊ അവര് മുത്തച്ഛന്മാര് പറയാം, എന്റെ അമ്മ പറയാണ് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ മരിക്കുന്ന സമയത്ത് അവരുണ്ടായിരുന്നു, അവര് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിശ്വസിച്ചു അല്ലെ. ഇങ്ങനെ പറഞ്ഞുള്ള ഒരു വിശ്വാസമാണ്. നമ്മൾക്ക് മാക്സിമം ഒരു തലമുറ അറിയാം, അല്ലെങ്കിൽ അതിന് മേലത്തെ ഒരു തലമുറ വരയ്ക്കും അറിയാം. അതിന് മേലത്തെ കാര്യങ്ങളൊന്നും നമ്മൾക്ക് അറിയില്ല എന്താ സംഭവിച്ചിരുന്നേന്നുള്ളത് അല്ലെ. ഇനി വരാൻ പോണോ നമ്മൾക്ക് അറിയില്ല. പക്ഷെ നമ്മൾ പറയാണ്, ഞാനത് വിശ്വസിക്കുന്നില്ല. ഇത്രയും വിശാലമായിട്ടുള്ള പ്രപഞ്ചമാണ്, അതിന്റെ ഏതെങ്കിലും ഒരു മൂലക്കല്, ഏതെങ്കിലും ഒരു വീട്ടില് മരിക്കാത്ത ഒരാളുണ്ടെങ്കിലോ ഞാനത് അന്വേഷിക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവസാനം ഉണ്ടോ? ഇല്ല. അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അതുപോലെയാണ് ഈ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും. അത് ശരിയാവും നമ്മൾക്ക് എന്താ അറിയണം, നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ.
നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളോട് ശാസ്ത്രത്തിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു എന്താണ്, അവരെടുത്ത പിക്ചർ കണ്ടിട്ടാണ്. ഒരാളും പോയി നടന്നു നോക്കിയിട്ടല്ല ഈ ഭൂമി ഗോളാവസ്ഥയിലാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പിക്ചർ സത്യമാവണമെന്നുണ്ടോ? ഒരു ഇപ്പൊ നമ്മൾ തന്നെ പറയാം, ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ വെക്കുകയാണ്. അപ്പൊ ആ കണ്ണാടിയുടെ മുമ്പിൽ ആ കട്ട് ചെയ്ത ഭാഗം, അതായത് വൈറ്റ് കളറുള്ള ഭാഗം നമ്മൾ തിരിച്ചിട്ടാണ് വെച്ചേക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് മുഴുവൻ ആപ്പിൾ ആയിട്ടാണ് കാണുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെ? ഈ നമ്മൾ കട്ട് ചെയ്ത ഭാഗം നമ്മൾക്ക് അറിയില്ല. അപ്പൊ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ എന്താ തീരുമാനിക്കുന്നത്? അത് മുഴുവൻ ആപ്പിൾ ആണെന്നാണ്. അത് ശരിയാണോ? അല്ല. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പോ ധർമ്മശാസ്ത്രങ്ങളെ സംശയത്തോട് കൂടിയിട്ട് നമ്മൾ ഓരോന്നും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കില്ല. അവർക്ക് ഒരിക്കലും സന്തോഷവും ലഭിക്കില്ല. എപ്പോഴും ദുഃഖത്തിൽ ഈ ഭൗതിക ലോകത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യോഗ സന്യസ്ത കർമാണം ജ്ഞാനസഞ്ചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. അല്ലയോ ധനഞ്ജയ, തന്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തി സേവനത്തിൽ ഏർപ്പെടുന്നവൻ ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്രകാരമായാൽ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. അപ്പൊ എന്താണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്? നമ്മുടെ കർമ്മഫലങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി ചെയ്യരുത്, അത് ത്യജിക്കുക. ആർക്ക് വേണ്ടി? ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുക. ഭക്തി സേവനങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ സംശയങ്ങളൊക്കെ നീങ്ങിയിട്ട് എന്തുണ്ടാവും? ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വരും. ഒരു ശുദ്ധ ഭക്തന്റെ ഹൃദയത്തിലാണ് എപ്പോഴും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ വൈകുണ്ഠ ലോകത്തിലോ ഗോലോക വൃന്ദാവനത്തിലോ ഒന്നുമല്ല ഞാനുള്ളത്, ഞാൻ ശുദ്ധ ഭക്തന്റെ ഹൃദയത്തിലാണുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മളൊരു ഭക്തിയുടെ ലെവലിലേക്ക് വന്ന ഭഗവാന്റെ ഒരു ഭക്തനായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കർമ്മഫലങ്ങളൊന്നും, പാപങ്ങളും പുണ്യങ്ങളൊന്നും നമ്മൾക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മൾക്ക് പാപങ്ങളും പുണ്യങ്ങളും ഇല്ല, കർമ്മഫലങ്ങളില്ലെങ്കിൽ വീണ്ടും ജനിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ജനനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, മരണത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാം, ആത്മീയധാമത്തിലേക്ക് നമ്മൾക്ക് പോവാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. തസ്മാത് അജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസി ആത്മന ചിത്തോയിനം സംശയം യോഗ മാതിഷ്ഠോത്തിഷ്ഠ ഭാരത. അങ്ങനെ അജ്ഞാനത്താൽ നിനക്കുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിന്റെ വാളുകൾ കൊണ്ടറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ, ഭാരതായുധം ചെയ്യൂ. അപ്പൊ ഇതാണ് അവസാനത്തെ ശ്ലോകം. ഇതിൽ എന്താണ് ഭഗവാൻ പറയുന്നത്? ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? ഞാനാണ്, എന്നിൽ നിന്നാണ് എല്ലാം വരുന്നത് എന്നുള്ളതെല്ലാം നിനക്ക് മനസ്സിലായില്ലേ? ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അപ്പോ എന്താണ്? ഇവിടുന്ന് രക്ഷപ്പെടണം. ജനന മരണ വാർദ്ധക്യ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് എന്റെ അടുത്തേക്ക് നീ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തിത സേവനങ്ങൾ ചെയ്യണം. ഞാൻ പറയുന്നത് ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ എന്താ ഭഗവാൻ അർജുനനോട് പറയുന്നത്? ഞാൻ പറയുന്നത് അതുപോലെ നീ അനുസരിച്ചോളൂ. അപ്പൊ നിനക്ക് ഒരു പാപം വരില്ല, നിനക്ക് ദുഃഖങ്ങൾ വരില്ല. അപ്പൊ ഈ സംശയങ്ങളൊക്കെ നീങ്ങിയിട്ട് നീ എന്ത് ചെയ്യുക? യുദ്ധം ചെയ്യുക. കാരണം എന്റെ ഒരു ഉപകരണം മാത്രമാണ്, എന്റെ ആജ്ഞ നീ അനുസരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് ഒരു ദോഷവും വരാനില്ല. അതുകൊണ്ട് എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ എന്നുള്ളത് പറയാണ് ഭഗവാൻ ഇവിടെ. അപ്പൊ നമ്മൾക്ക് എന്താണ് ഇതിൽ നിന്ന് പറയുന്നത്? നമ്മൾ എല്ലാ സംശയങ്ങളും നീങ്ങി പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ഭക്തിത സേവനങ്ങൾ ചെയ്യുക. നമ്മുടെ ഈ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനിലേക്ക് എത്തണതിലാണ്. നമ്മൾ ഈ കഷ്ടപ്പാടിൽ നിന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള മോചനമാണ്, പരമാനന്ദമാണ്, അശാശ്വതമായിട്ടുള്ള ആനന്ദമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങുക. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക. നമ്മൾ അതിന് ഇന്നലെ പറഞ്ഞതാണ്, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്, അല്ലെ? എല്ലാവരും ജപിക്കാൻ തുടങ്ങിയോ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഇനിയും ജപിക്കാൻ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ തുടങ്ങുക. അത് മാലയിൽ ജപിക്കണം എന്ന് ഉറപ്പ് പറയണമെന്നില്ല. ബട്ട് മാല ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം? മാല ഇല്ലെങ്കിലും കയ്യിലെങ്കിലും ജപിക്കാൻ തുടങ്ങുക കേട്ടോ. ഹരേ കൃഷ്ണ മന്ത്രം. ഹരേ കൃഷ്ണ. നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. 2 മിനിറ്റേ ഉള്ളൂ, വേഗത്തിൽ നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. ഹരേ കൃഷ്ണ. അർജുനന് മുമ്പ് ഭഗവാൻ ആർക്കാണ് ഭഗവത്ഗീത ഉപദേശിച്ചത്? വേഗം പറഞ്ഞോളൂ. അതിന് ശിഷ്യ പരമ്പരയിൽ ആദ്യത്തെ 3 പേരാരെല്ലാമാണ്? മാതാജി, ശിഷ്യ പരമ്പര എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങണം. ഭഗവാനിൽ നിന്ന് ആരാണ് വന്നത്? ആർക്കാണ് വേദജ്ഞാനം കിട്ടിയത്? ബ്രഹ്മാവിന്. അത് കഴിഞ്ഞ പിന്നെ നാരദന്. അതാണ് പറയേണ്ടത് കേട്ടോ. ബ്രഹ്മാവ്, നാരദൻ, വ്യാസർ എന്നുള്ളതാണ് ശിഷ്യ പരമ്പരയിലെ ആദ്യത്തെ 3 ഇതെന്ന് പറയുന്നത്. ഭഗവാൻ ശിഷ്യനല്ലല്ലോ. അപ്പൊ ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ എന്നുള്ളതാണ് പറയേണ്ടത് കേട്ടോ. വ്യാസദേവൻ എന്നുള്ളതാണ്. അർജുനനെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കാൻ കാരണം? എന്താ കാരണം? ശിഷ്യനുമായതുകൊണ്ടാണ്, അല്ലെ? ആയതുകൊണ്ട്. ഭഗവാന്റെ അവതാരത്തെ പറ്റിയിട്ട് പറയുന്ന ശ്ലോകം ഏതാണ്? ഏത് ശ്ലോകാണ്? ഞാൻ അപ്പൊ പറഞ്ഞതാണ്, നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ.
4:6 അജോ ബീസൻ അവ്യയാത്മ, എനിക്ക് പിറവിയില്ല, എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയില്ല. അത് പറഞ്ഞില്ലേ? 4:6 കേട്ടോ. ഇനി എങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നത്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം. അല്ല പ്രഭു, അതിൽ യഥാ യഥാഹി ധർമ്മസ്യാണ്. അല്ലല്ലോ, കറക്റ്റ് ആണ്. യഥാ യഥാഹി ധർമ്മസ്യ. എവിടെയാണോ ഇപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു. 7ാമത്തെ ശ്ലോകമാണ് കേട്ടോ. ഇനി കലിയുഗത്തിലെ ഭഗവാന്റെ രഹസ്യമായ അവതാരം ഏതാണ്? പ്രഭുപാദം. ചൈതന്യ മഹാപ്രഭു. ഇനി 4 വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർണ്ണങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്? ഗുണത്തിന്റെയും ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. ഇനി ശ്ലോകം 4:34 എന്തിനെ കുറിച്ച് പറയുന്നു? 4:34 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകം. ഒരു ഗുരുവിന്റെ ആത്മീയ ഗുരുവിൽ കൂടി മാത്രമാണ് ഭഗവാനെ അറിയാൻ ഭഗവാനിൽ എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ഒരു ഗുരുവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന ശ്ലോകമാണത്. അപ്പൊ ഒരു ആത്മീയ ഗുരുവിന്റെ സഹായം ഇല്ലാണ്ട് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് അറിയാനോ ഭഗവാനിലേക്ക് എത്താനോ സാധിക്കില്ല. അതുകൊണ്ട് പൂർണ്ണമായും എന്ത് വേണം? വിനയത്തോട് കൂടിയിട്ട് ഒരു ഗുരുവിനെ സ്വീകരിച്ചുകൊണ്ട് ഗുരുവിനോട് കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ശ്ലോകം പറയുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ. അദ്വിതീയ പ്രണിപാതേന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ശ്ലോകം പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് പഠിക്കാവുന്നതാണ്. ബൈഹാർട്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഇനി ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഹരേ കൃഷ്ണ. അപ്പൊ നാളെ കാണാം നമ്മൾക്ക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനന്തകോടി വൈഷ്ണവ की जय, प्रपाद की जय, गुरु महाराज की जय, गौर प्रेमानंदे हरे हरि बोल. हरे कृष्णा.